ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ലൂക്കോസ് 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. യേശുക്രിസ്തു നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെയായി ഒരു സ്ത്രീയുടെ മകൻ മരിച്ച അവസ്ഥയിൽ അവനെ ഒരു മഞ്ചത്തിൽ ചിലർ ചുമന്നുകൊണ്ടു പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞ് ആ മഞ്ചത്തെ തൊടുമ്പോൾ യേശു പറയുന്ന ഒരു വാക്യമാണ് ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന്. അപ്പോൾ ആ മരിച്ച ആ മകന് ജീവൻ വെക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശു തൊട്ടാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണിത്. ബാല്യക്കാരായി എഴുന്നേൽക്ക. യേശു മഞ്ചം തൊട്ടപ്പോൾ ആ വ്യക്തിക്ക് ജീവൻ വെച്ചു. യേശു തൊട്ടാൽ എന്ത് സംഭവിക്കും? യേശുക്രിസ്തു തൊടുമ്പോൾ മരിച്ചതിനെ ജീവൻ വെൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഇവിടെ വിധവയെ കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സലിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കർത്താവ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ഒരു വ്യക്തിയല്ല കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ വ്യക്തി കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് ആ സ്ത്രീ. ആ മകൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ മനസ്സിലാക്കുന്നത്, ആ മകനെ വളരെ ഒരുപക്ഷെ സ്നേഹിച്ച് വളർത്തിയതായിരിക്കാം. ആ മകനായിരിക്കാം പ്രതീക്ഷ എന്ന് പറയുന്നത് ആ അമ്മയുടെ. എന്നാൽ ആ അമ്മയുടെ ദുഃഖത്തിൽ കർത്താവായ യേശുക്രിസ്തു പങ്കുചേർന്ന് മനസ്സലിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്തവനായ കർത്താവാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. നിന്റെ കണ്ണുനീര് കാണുമ്പോൾ അവൻ മറികടക്കുകയില്ല, ആ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. ഇവിടെ വിധവയുടെ കണ്ണുനീരിനെ മാനിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മഞ്ചം തൊടുമ്പോൾ ആ മരിച്ച ആ ബാല്യക്കാരന് സൗഖ്യമായി അല്ലെങ്കിൽ ഉയർപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. മരണത്തിന്റെ അനുഭവം മാറി ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്നതാണ്. യേശു തൊട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? മരിച്ച അവസ്ഥയെ ജീവനുള്ളതാക്കി മാറ്റും. ഇന്നത്തെ നമ്മളുടെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നിന്റെ ജീവിതത്തിനകത്ത് വളരെ ഭാരപ്പെട്ട ദൈവസന്നിധി കരയുന്നുവെങ്കിൽ ആ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. യേശു തൊട്ടാൽ മരിച്ചതുപോലും ജീവൻ വെക്കും. ആദിമ നൂറ്റാണ്ടിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ആദ്യ കാലഘട്ടത്ത് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി അതിൻ്റെ മൂക്കിലേക്ക് ശ്വാസം മൂതുമ്പോൾ ഒരു ജീവനായി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദൈവം തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവനില്ലാത്തതിന് ജീവൻ വെക്കും. മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ ജീവനില്ലാത്തത് ജീവന് വെക്കും. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തു തൊടുമ്പോൾ ജീവനില്ലാത്ത അനുഭവത്തെ മാറ്റി ജീവനുള്ളതാക്കി മാറ്റും. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. മഞ്ചം തൊടുമ്പോൾ ബാല്യക്കാരൻ എഴുന്നേൽക്കുന്ന അനുഭവം മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നവനായ ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണുനീരിനെ മറികടക്കാതെ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് കർത്താവ് തൊടുമ്പോൾ വിടുതൽ തരുന്നതാണ്. യേശു തൊട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിന്റെ മരിച്ച അവസ്ഥയിൽ നിന്ന് മാറി
ജീവനുള്ളതിൻ്റെ അനുഭവത്തിലേക്ക് മാറും. ഇന്ന് നമ്മുടെ ജീവിതം ഏതെങ്കിലും അവസ്ഥയിൽ ഒരു മരണത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കുകയാണോ? എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു മരിച്ച അവസ്ഥയിൽ, ജീവനില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണോ? ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ അതിൻ്റെ അകത്ത് ജീവൻ കൊടുത്ത ദൈവത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ മരിച്ച അവസ്ഥകളെയും ജീവനിലേക്ക് കൊണ്ടുവരാൻ സാധിപ്പിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. യേശു തൊടുമ്പോൾ അവസ്ഥകൾ മാറും, ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വരുമ്പോൾ അവിടുത്തെ അവസ്ഥകൾ മാറുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വീഞ്ഞില്ലാത്ത വീട്ടുകാരന്റെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു അനുഭവം നാണക്കേടിന്റെ ഒരു വക്കിലെത്തിയിട്ടുണ്ടാകുകയില്ല. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശു ആ ഭവനത്തിനകത്ത് കടന്നു വരുമ്പോൾ ആ വീട്ടുകാരൻ്റെ ആശയറ്റ എന്താ പറയുന്നത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകും, നാണക്കേടിന്റെ അനുഭവത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് മാറ്റുന്നതായിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ വീട്ടുകാരൻ്റെ അപമാനം മാറ്റിക്കളയുന്ന ദൈവത്തെയാണ് കാണുന്നത്. യേശു തൊട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റും എന്നുള്ളതിനുള്ള തെളിവാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് കണ്ണുനീരിനെ മാനിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. ഹൃദയത്തിനകത്ത് അലിവുള്ളവനായ ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് ബാല്യക്കാരന് ജീവൻ വയ്ക്കുന്ന ഒരനുഭവത്തിലേക്കാണ് നമുക്ക് കാണുന്നത്. ഇനി നമ്മളുടെ ജീവിതത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ആ പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ എല്ലാ അവസ്ഥയിൽ നിന്നും മാറ്റി ഒരു നല്ല ഒരു ജീവിതത്തിന്റെ പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നും പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് നമ്മളുടെ ദൈവം. യേശു തൊടുമ്പോൾ നിന്റെ ജീവിതം ഒരു മരുഭൂമിയുടെ അനുഭവമാണെങ്കിൽ അതൊരു പച്ചപ്പിന്റെ അനുഭവമാക്കി മാറ്റും. യേശു തൊട്ടാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്തു സംഭവിക്കും? യേശു മഞ്ചത്തെ തൊട്ടു കഴിഞ്ഞപ്പോൾ ജീവനുള്ള ഒരവസ്ഥയിലേക്ക് മാറി. ആ ബാല്യക്കാരന് ജീവനുള്ളതായി മാറുന്നു എങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ അനുഭവത്തിലാണെങ്കിൽ യേശു നമ്മളെ തൊടും. ആ അവസ്ഥയിൽ നമുക്ക് ജീവനുള്ള അവസ്ഥയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് മാറ്റും. മരുഭൂമിയുടെ അനുഭവത്തെ മാറ്റി അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയെ തുടയ്ക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഇന്നത്തെ അധ്യായത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അടിമത്തത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം അവരെ സന്ദർശിച്ചു കഴിയുമ്പോൾ അവരെ അടിമത്തത്തിന് പിന്നെ അവർക്ക് കനാൻ ദേശത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവത്തെ മാറ്റി അവിടെ അവർക്ക് പിന്നീട് ഒരു കനാനിന്റെ അനുഭവം അവർക്ക് കൊടുക്കുന്നു. പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രയാണത്തിൽ ഇരിക്കുന്ന അവസ്ഥ മാറ്റി, അടിമത്തത്തിന്റെ അവസ്ഥ മാറ്റി ഒരു പച്ചപ്പിന്റെ അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ദൈവം അവരെ സന്ദർശിക്കുമ്പോൾ, ദൈവം അവരെ തൊടുമ്പോൾ അടിമത്ത ജീവിതം മാറി കനാൻ ദേശത്തിന്റെ സമൃദ്ധിയുടെയും പച്ചപ്പിന്റെയും അനുഭവത്തിലേക്ക് മാറുന്നു. ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ പച്ചപ്പില്ലാത്ത അനുഭവമുണ്ടോ, സമൃദ്ധിയില്ലാത്ത അനുഭവമുണ്ടോ? കർത്താവായ യേശു നമ്മളുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, യേശു നമ്മെ തൊടുമ്പോൾ ആ മരുഭൂമിയുടെ അനുഭവത്തെ മാറ്റി ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് യേശു മഞ്ചം തൊട്ട് കഴിയുമ്പോൾ ബാല്യക്കാരന് ജീവൻ വെക്കുന്നതായിട്ടുള്ള അവസ്ഥ. യേശുവിൻ്റെ വാക്കുകൾ അത് ജീവനിലേക്ക് കൊണ്ടുവരുന്ന വാക്കുകളാണ്. അത് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന വാക്കുകളാണ്. ലാസറിന്റെ കല്ലറയിൽ എത്തുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, ലാസറെ പുറത്തുവാ. ആ കല്ലറയിൽ യേശു വരുമ്പോൾ ആ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ലാസർ ജീവൻ വെച്ച് പുറത്തു വരുത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ വചനത്തിനകത്തൊക്കെ
കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ജീവൻ വെക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഉടലെടുക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വഴിയും സത്യവുമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ആ വചനത്തിന് നമ്മളിൽ ജീവൻ വെക്കും, അത് ആത്മാവായി മാറും. അതുകൊണ്ട് അവന്റെ വാക്കുകൾ നമ്മളിൽ ജീവൻ വെക്കുന്നതാണ്. യേശു നിന്റെ ജീവിതത്തിനകത്ത് തൊടുമ്പോൾ എന്ത് സംഭവിക്കും? മാറ്റങ്ങൾ സംഭവിക്കും. ജീവനില്ലാത്ത അനുഭവത്തെയും ജീവനുള്ളതാക്കി മാറ്റും. ആ യേശുവിനെ അറിയാൻ അവന്റെ വചനങ്ങളിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ വാക്കുകൾക്ക് നമ്മൾ കേൾവി കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് മരിച്ച മേഖലകളെ മാറ്റി, ഉണർവില്ലാത്ത മേഖലകളെ മാറ്റി, പച്ചപ്പില്ലാത്ത മേഖലകളെ മാറ്റി ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ യേശു ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതികൂലവും ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിനകത്ത് യേശു തൊടും. യേശു തൊടുമ്പോൾ നമ്മളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ആ സ്ത്രീയുടെ കണ്ണുനീരിനെ മാനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുന്നവനല്ല, മറിച്ച് നമുക്കൊരു വിജയം നൽകുന്നവനാണ്. ആ സ്ത്രീയുടെ കണ്ണുനീര് വാർത്തെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഭാരപ്പെടുന്നെങ്കിൽ ആ ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിലൂടെ ആ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ തൊടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം മാറും. ഇന്ന് നമ്മൾ ധ്യാനിച്ച ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, യേശു നിന്റെ ജീവിതത്തിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? യേശു തൊടുമ്പോൾ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവം മാറി പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്നു. ജീവനില്ലാത്ത അനുഭവം മാറി ജീവന്റെ അനുഭവത്തിലേക്ക് വരുന്നു. പ്രതികൂലത്തിന്റെ അനുഭവം മാറ്റി അനുകൂലത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അവൻ നമ്മളെ തൊടുമ്പോൾ നമ്മളുടെ ജീവിതത്തിനെ അധൈര്യത്തെ മാറ്റി ധൈര്യത്തിന്റെ അനുഭവത്തിലേക്ക് തരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം കാണുന്നത്, മഞ്ചത്തിൽ യേശു തൊട്ടപ്പോൾ ബാല്യക്കാരന് ജീവൻ വെച്ചെങ്കിൽ, യേശു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തൊടും. അങ്ങനെ യേശു തൊട്ടാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് മാറും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.